ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഗീതുവിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് വിചാരിച്ച് രാധിക അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള വഴികൾ ആലോചിക്കുന്ന എപ്പിസോഡാണ് കാണിക്കുന്നത്. അങ്ങനെ വരുണുമായിട്ടും കൂടി ആലോചിക്കും ഇനി എന്ത് മാർഗ്ഗമാണ് നമുക്ക് അതിന് മുന്നിലുള്ളത്. പക്ഷേ ഇതുവരെ രാധികയുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഞാനിവിടുത്തെ വലിയ കാര്യസ്ഥയായിട്ടും അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യവും അല്ലാതെ തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ഒരു ദേഷ്യവും ഒക്കെ രാധിക ഉള്ളിലൊതുക്കിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഗോവിന്ദാണെങ്കിൽ ഗീതുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ യോഗ ചെയ്യാനുള്ള മാറ്റും എടുത്തിട്ട് അങ്ങ് പോകുവാണ്. അപ്പോൾ വീടിൻ്റെ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു സൈഡിലായിട്ടാണ്, മുകളിൽ ബാൽക്കണിയിലായിട്ടാണ് ഗോവിന്ദ് ഇങ്ങനെ യോഗ ചെയ്യാനായിട്ട് ഇങ്ങനെ മാറ്റ് വിരിച്ചേക്കുവാണ്. യോഗ ചെയ്യാൻ തുടങ്ങുന്ന ഡ്രസ്സിലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അതേസമയം ഗീതുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം ഗീതു ചെന്നില്ല. അതേസമയം രേഖ ചായയായിട്ട് കയറി വരുവാണ്. അപ്പോൾ രേഖ ചായയായിട്ട് വരുമ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട്, രേഖയ്ക്ക് തന്നെ ഇന്ന് ചായ കൊണ്ട് കൊടുത്തോ എന്ന് പറയുന്നുണ്ട് ഗോവിന്ദേട്ടന്. അതേസമയം എന്നിട്ട് ഗീതു ബാക്കിലേക്ക് കേട്ടോ. അപ്പം ഗീതു പോകുന്നില്ല. അപ്പം രേഖ എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, കഥാനായകൻ്റെയും കഥാനായികയുടെയും ഒരു പ്രണയകഥ പറയുന്നതൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അന്നേരം ഗോവിന്ദാണ് ഇങ്ങനെ രേഖയോട് പറയുന്നത്. അപ്പം ഗീതു ഇതൊക്കെ കേട്ടിട്ട് ആകെ നാണമായിട്ട് ഗീതു ഇങ്ങനെ പുറകിൽ ഇങ്ങനെ രേഖയുടെ പുറകിൽ നിൽക്കുവാണ്. അപ്പം ഗോവിന്ദനെ കാണാത്ത പോലെ നിൽക്കുവാണ്. അന്നേരം ഇപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കഥാനായിക അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യിക്കാം, കഥാനായികയോട് വെയിറ്റ് ചെയ്യാൻ പറയുക, കഥാനായകൻ തന്നെ പറഞ്ഞോളും, ഇങ്ങനെ നായികയോട് ഇഷ്ടമുള്ള കാര്യം മനസ്സ് തുറന്നോളൂ എന്ന് പറയുകയാണ്. എന്താണേലും കഥാനായികയോട് വെയിറ്റ് ചെയ്യാൻ പറയണത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഗീതുവിനെ അവിടെ എന്താണേലും ഗോവിന്ദ് വന്ന് ഇഷ്ടമാണെന്ന് പറയും എന്നുള്ള കാര്യം ഗീതു ഉറപ്പിച്ചു. അപ്പോഴത്തേക്കും ഗീതു ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നൊക്കെ ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ്റെ പ്രണയം ഒരു കഥ പോലെ തന്നെ രേഖയുടെ അടുത്ത് പറയും. പക്ഷേ രേഖയുടെ അടുത്ത് പറയുന്നത് ഗീതു കേൾക്കാൻ വേണ്ടിയായിട്ട് തന്നെയാണ് ആ കഥ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണേലും നായികയുടെ മുന്നിൽ നായകൻ കീഴടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റൊമാൻറ്റിക് കഥയൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ തല തോർത്തി കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു അടിപൊളി ഒരു സീനാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തേതൊരു ഡീറ്റെയിൽ കഥ വന്നിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽ കഥ വരുമ്പോൾ തന്നെ നമുക്ക് കഥ ഷെയർ ചെയ്യാം. ഇന്നത്തെ പ്രമോ എപ്പിസോഡിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ ബൈ.